ഇടത്തരക്കാർക്ക് ആദായ നികുതിയിൽ വൻ ഇളവുമായി 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കി. പുതിയ ആദായ നികുതി സ്കീമിലെ സ്ലാബുകളിൽ കുറഞ്ഞത് 70,000 രൂപ കിഴിവ് കിട്ടുന്ന തരത്തിലുള്ള മാറ്റങ്ങളും ധനമന്ത്രി പ്രഖ്യാപിച്ചു. I'm now happy to announce that there will be no income tax payable up to income of 12 lakh rupees. പ്രതീക്ഷയ്ക്കും അപ്പുറത്തുള്ള പ്രഖ്യാപനം. നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ നിലവിലുള്ള 7 ലക്ഷം വരുമാനമെന്ന പരിധി 10 ലക്ഷമായി ഉയർത്തുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇനി 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി നൽകേണ്ടതില്ല. ശമ്പള വരുമാനമുള്ളവർക്ക് 75,000 രൂപയുടെ കൂടി കിഴിവ് കിട്ടും. അതായത് 12,75,000 രൂപ വരുമാനമുള്ളവർക്ക് ആദായ നികുതി 0 പുതിയ നികുതി സ്കീം പ്രകാരമുള്ള സ്ലാബുകളിൽ വലിയ വ്യത്യാസമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ 12 ലക്ഷം വരെ ശമ്പളമുള്ളവർക്ക് 70,000 രൂപയാകും ലാഭമുണ്ടാകുക. 18 ലക്ഷം വരെയുള്ളവർക്ക് 80,000 രൂപയും 25 ലക്ഷം വരെയുള്ളവർക്ക് 1,10,000 വരെയും ലാഭിക്കാം. TDS പിടിക്കാനുള്ള മുതിർന്ന പൗരന്മാരുടെ വരുമാന പരിധി 50,000-ൽ നിന്ന് 1 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഭവന വായ്പയ്ക്ക് നിലവിലുള്ള 2.4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷമാക്കി TDS ഈടാക്കാതിരിക്കാനുള്ള പരിധി ഉയർത്തി. വാടകയ്ക്ക് നൽകാതെ സ്വന്തമായി ഉപയോഗിക്കുന്ന 2 വീടുകൾക്ക് ഒരു ബാധ്യതയുമില്ലാതെ 0 വരുമാനമെന്ന് അവകാശപ്പെടാം. 1 ലക്ഷം കോടി രൂപയുടെ കുറവ് ഇന്നത്തെ പ്രഖ്യാപനം വഴി ആദായ നികുതിയിൽ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. ആദായ നികുതി പരിഷ്കരണത്തിനുള്ള ബില്ല് അടുത്തയാഴ്ച പാർലമെന്റിൽ കൊണ്ടുവരും. 36 ജീവൻ രക്ഷാ മരുന്നുകൾക്കുള്ള ഇറക്കുമതി തീരുവയും സർക്കാർ എടുത്തു കളഞ്ഞു. മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇന്ത്യയിലെ ഉൽപാദന രംഗത്തിന് വേണ്ട പല സാമഗ്രികളുടെയും നികുതി കുറച്ചതും വലിയ ആശ്വാസമായി. ഏഷ്യാനെറ്റ് ന്യൂസ്.